ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്ത ജോലിയാണ്. ഞാൻ എടുത്ത മിക്ക റീലും അതുപോലെ തന്നെയാണ്. കുറേ നാൾ മുന്നേ എടുത്തായിരിക്കും. എൻ്റെ സാഹചര്യങ്ങൾ കാരണം എഡിറ്റിങ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറയുന്നത് മൊത്തം ഒരു ഉത്സവത്തിന് പോയിട്ടുള്ള കഥയാണ് കേട്ടോ. ഉത്സവം എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള ഉത്സവമാണ്. ആദ്യമായിട്ടാണ് പോകുന്നത്. തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അന്നേ ദിവസം തന്നെ ഞാൻ ലൈവും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെയ സ്ഥലം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ കാട്ടിക്കുളം പോകുന്ന റൂട്ടിൽ വയൽക്കര എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടായിരുന്നു ഉത്സവം നടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയത് ഒരു 6-7 മണി ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയാണ്. നേരത്തെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള തിരക്കും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ എല്ലാ കലാപരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ജീവിതകാലം മൊത്തം ഹോസ്റ്റൽ തീർത്ത എനിക്ക് ഇതൊക്കെ ഒരു ഫസ്റ്റ് ടൈം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ടൈം കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. എല്ലാത്തിനും അവിടെയുള്ള എല്ലാ പരിപാടികളോടും. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഒത്തിരി കലാപരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും കാണാൻ നിന്നിട്ടില്ല. ഒത്തിരി ടൈം ആയിട്ടുണ്ടായിരുന്നു. ഈ ഗാനമേള പ്രോഗ്രാമൊക്കെ നൈറ്റ് ഒരു 12 മണിയൊക്കെ ആറായപ്പോഴാണ് തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളതൊന്നും കാണാൻ നിന്നിട്ടില്ല. ഈ മഞ്ഞദാനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു. അവസാന ഡേ ആയിരുന്നു. ആ ഉത്സവത്തിന്റെ അവസാന ഡേ ആയിരുന്നു. ഞങ്ങൾ അടുത്തുള്ള ആൾക്കാർ പോയത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഇതാ വള്ളിയൂർക്കാവിൽ കാണുന്ന പോലെ സകലമാന സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് പോയിട്ടോ. എനിക്കൊരു കാര്യത്തിൽ നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഗാനമേള കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രം കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും വീട്ടിലെത്തിയപ്പോഴേക്കും ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള ദിവസം ബൈ.